നിറങ്ങളുടെയും രുചികളുടെയും ചരിത്രത്തിൻ്റെയും ഒരു മാന്ത്രിക ലോകത്തിലേക്കാണ് മെക്സിക്കോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വിമാനമിറങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ കാതുകളിൽ വന്നു പതിക്കുന്നത് ആവേശകരമായ മരിയാച്ചി സംഗീതത്തിൻ്റെ ഈണങ്ങളായിരിക്കും. വടക്കേ അമേരിക്കയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ഒരു സഞ്ചാരിക്ക് നൽകുന്നത് കേവലം കാഴ്ചകളല്ല, മറിച്ച് ജീവസുറ്റ അനുഭവങ്ങളാണ്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കരീബിയൻ കടലിൻ്റെ മനോഹരമായ നീലത്തീരങ്ങളും പ്രകൃതിയുടെ അത്ഭുതമായ സെനോട്ടുകളെന്നറിയപ്പെടുന്ന ഭൂഗർഭ ജലാശയങ്ങളും മെക്സിക്കോയുടെ വശ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മെക്സിക്കോയുടെ മണ്ണിൽ ചവിട്ടുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിസ്മയ സംസ്കാരങ്ങൾക്ക് മുകളിലാണ്. ക്രിസ്തുവിനും 8000 വർഷം മുൻപേ ഇവിടെ മനുഷ്യവാസം തുടങ്ങിയിരുന്നു. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ലോകത്തെ അതിശയിപ്പിച്ച മായൻ വർഗക്കാരും ഗംഭീരമായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആസ്ടെക്കുകളും വാണരുളിയ മണ്ണാണിത്. ആസ്ടെക് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ടെനോച്ചിറ്റ്ലാൻ ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊന്നായ മെക്സിക്കോ സിറ്റിയായി മാറിയത്. ലോകത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് മെക്സിക്കോ. വടക്ക് ഭാഗത്ത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മണൽക്കാടുകൾ, തെക്ക് ഭാഗത്ത് നിഗൂഢത നിറഞ്ഞ മഴക്കാടുകൾ, കൂടാതെ പസഫിക് സമുദ്രത്തിൻ്റെയും കരീബിയൻ കടലിൻ്റെയും മനോഹരമായ തീരങ്ങൾ. ഇങ്ങനെ മെക്സിക്കോയുടെ മുഖങ്ങൾ പലതാണ്. പ്രശസ്തമായ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച 30ഓളം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ആഴക്കടൽ ഗുഹകളും ഗാംഭീര്യമുള്ള അഗ്നിപർവ്വതങ്ങളും ഏതൊരു സാഹസിക സഞ്ചാരിക്കും ഹരമായിരിക്കും. മായൻ ആസ്ടെക് സംസ്കാരങ്ങളുടെ ഗതകാല പ്രതാപം വിളിച്ചോതുന്ന പിരമിഡുകളാണ് മെക്സിക്കോയുടെ ഏറ്റവും വലിയ അത്ഭുതം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ചിച്ചൻ ഇറ്റ്സയിലെ എൽ കാസ്റ്റിലോ പിരമിഡ് ഗണിതശാസ്ത്രപരമായ കൃത്യതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ പിരമിഡിന്റെ 4 വശങ്ങളിലുമുള്ള പടികൾ കൂട്ടിയാൽ ഒരു വർഷത്തെ ദിവസങ്ങളുടെ എണ്ണമായ 365 ലഭിക്കുമെന്നത് ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സിറ്റി ഓഫ് ഗോഡ്സ് എന്നറിയപ്പെടുന്ന ടൊയോട്ടി ഹുവാക്കാനിലെ സൂര്യ പിരമിഡും ചന്ദ്ര പിരമിഡും അവയുടെ വലിപ്പം കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ലോകപ്രശസ്തമാണ്. മെക്സിക്കോയിലെ ജീവിതം എന്നത് ഒരു വലിയ ആഘോഷമാണ്. ഏതു ചെറിയ നിമിഷത്തെയും ഉത്സവമാക്കി മാറ്റാൻ മെക്സിക്കൻ ജനതയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. മി കാസ എസു കാസ, എൻ്റെ വീട് നിങ്ങളുടെ വീടാണ് എന്ന് സ്നേഹത്തോടെ പറയുന്ന അവിടുത്തെ മനുഷ്യർ അതിഥി സൽക്കാരത്തിൽ ലോകപ്രശസ്തരാണ്. പുരാതനമായ മായൻ ആസ്ടെക് സംസ്കാരങ്ങളുടെ ശേഷിപ്പുകൾ ഇന്നും അവിടുത്തെ ഓരോ കല്ലുകളിലും നമുക്ക് കാണാം. ചിച്ചൻ ഇറ്റ്സയിലെ വിസ്മയിപ്പിക്കുന്ന പിരമിഡുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ആ പ്രതാപകാലം നിങ്ങളുടെ കൺമുന്നിൽ തെളിയും. ആധുനികതയും പാരമ്പര്യവും ഒരുപോലെ ഇഴചേർന്ന മെക്സിക്കോ സിറ്റിയിലെ തിരക്കേറിയ തെരുവുകളിലൂടെയുള്ള യാത്രയോ അല്ലെങ്കിൽ പുരാതനമായ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ശാന്തതയോ, നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും മെക്സിക്കോ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. മെക്സിക്കൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു മനോഹരമായ മുഖമാണ് ഡേ ഓഫ് ദി ഡെഡ്. സാധാരണയായി മരണത്തെ ഭയത്തോടെയാണ് ലോകം കാണാറുള്ളതെങ്കിൽ മെക്സിക്കോയിൽ മരണം ഒരു ആഘോഷമാണ്. ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെ നീളുന്ന ഈ ദിവസങ്ങളിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവർ മടങ്ങി വരുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അവരെ സ്വീകരിക്കാൻ വീടുകളിൽ മഞ്ഞപ്പൂക്കളും മരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും മെഴുകുതിരികളും കൊണ്ട് അലങ്കരിച്ച അൾത്താരകൾ ഒരുക്കുന്നു. തെരുവുകൾ വർണ്ണാഭമായ ഘോഷയാത്രകൾ കൊണ്ടും നൃത്തങ്ങൾ കൊണ്ടും നിറയുന്ന ഈ കാഴ്ച കാണാൻ മാത്രം ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദേശികളാണ് മെക്സിക്കോയിൽ എത്തുന്നത്. ഭക്ഷണപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗമാണ്. തെരുവോരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചൂടുള്ള ടാക്കോസും ചോളത്തിൽ നിർമ്മിച്ച ടോർട്ടിയകളും വൈവിധ്യമാർന്ന സോസുകളും നിങ്ങളെ രുചിയുടെ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും. മെക്സിക്കൻ ഭക്ഷണങ്ങളിലെ എരിവും പുളിയും മലയാളി രുചികളോട് ഏറെ ചേർന്നു നിൽക്കുന്നതാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ആധുനികതയും പാരമ്പര്യവും ഒരുപോലെ ഇഴചേർന്ന മെക്സിക്കോ സിറ്റിയിലെ തിരക്കേറിയ തെരുവുകളിലൂടെയുള്ള യാത്രയോ ഓരോ സഞ്ചാരിയുടെയും ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട, ഒരിക്കലെങ്കിലും നേരിട്ട് അനുഭവിക്കേണ്ട ഒരു വിസ്മയം തന്നെയാണ് ഈ രാജ്യം.